ബട്ട്ല ഹൗസ് വെടിവെപ്പ് വാർഷിക പരിപാടിക്കിടെ ജാമിയ മിലിയ സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടികളെ സർവകലാശാല സെക്യൂരിറ്റി വലിച്ചിഴച്ചു. വെടിവെപ്പിലെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി തൗഫീഖ് അസ്ലമുണ്ട്. തൗഫീഖ്, എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു പ്രതിഷേധം? മറ്റെന്തൊക്കെ വിവരങ്ങളാണ് നൽകാൻ കഴിയുന്നത്? ബട്ട്ല ഹൗസ് വെടിവെപ്പിന്റെ 17ാം വാർഷികത്തിൽ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികൾ ജാമിയ മിലിയ സർവകലാശാലക്കകത്ത് നിന്ന് പ്രതിഷേധം ആരംഭിച്ചത്. ഐസിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ക്യാമ്പസിലെ സെൻട്രൽ ക്യാന്റീനിൽ നിന്ന് ബട്ട്ല ഹൗസ് ചൌക്കിലേക്കായിരുന്നു ഈ പ്രതിഷേധം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ക്യാമ്പസിന് പുറത്തിറങ്ങാനായിട്ട് വിദ്യാർത്ഥികൾ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ വിദ്യാർത്ഥികളെ ക്യാമ്പസിനകത്ത് തന്നെ തടഞ്ഞു വെക്കുകയും ക്യാമ്പസിന്റെ ഗേറ്റുകളെല്ലാം അടക്കുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുകയും പുറത്തിറങ്ങാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. തുടർന്നായിരുന്നു ഈ പെൺകുട്ടികളെ ഉൾപ്പെടെ സെക്യൂരിറ്റി ഗാർഡ് സർവകലാശാല ക്യാമ്പസിലേക്ക് വലിച്ചെടുത്തത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. പുറത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. കാരണം വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അവരെ പിടികൂടാനായിട്ടുള്ള തയ്യാറെടുപ്പുകളുമായി ഡൽഹി പോലീസും രംഗത്തുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ചില വിദ്യാർത്ഥികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഐസിയുടെ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നിരവധി വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായിട്ട് സർവകലാശാലയിൽ ഒത്തുകൂടിയിരുന്നു. ഇവരെ പോലീസ് തെരഞ്ഞുപിടിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സർവകലാശാല ക്യാമ്പസിനകത്ത് നിലത്തിട്ട് വലിച്ചിഴച്ചതിലും ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഗാർഡുകൾ ഉൾപ്പെടെയാണ് ഈ പെൺകുട്ടികളെ വലിച്ചിഴച്ചത്. അതുകൊണ്ട് സർവകലാശാല ഈ വിഷയത്തിൽ ഗാർഡുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കൂടി ഇപ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.